നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത് അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച നടത്താൻ. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ്. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കഴുത്തറുത്ത നിലയിൽ മൃതദേഹം മണിക്കൂറുകളോളം വീടിനുള്ളിൽ കിടന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ സംഘമെത്തിയത് 14 മണിക്കൂറിന് ശേഷം. മങ്കരയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തേനീച്ചകളുടെ ആക്രമണം അതിർക്കാട് ഞാവളൻകടവ് പുഴയോരത്ത് വെച്ച്. പോലീസുകാർ പുഴയോരത്തെത്തിയത് പുതുവത്സരവേളയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന പ്രദേശത്ത് വ്യാപകമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന്. സമീപത്തെ കള്ളുഷാപ്പ് ജീവനക്കാരനും തേനീച്ചകളുടെ കുത്തേറ്റു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ. ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. 2024 വിട പറയാൻ ഇനി മണിക്കൂറുകൾ. ലോകം പുതുവത്സരാഘോഷത്തിന്റെ നിറവിലേക്ക്. 2025 ഭൗതികവും ആത്മീയവുമായ നന്മകൾ വർഷിക്കുന്ന വർണ്ണമനോഹര വർഷമാകുമെന്ന് പ്രത്യാശ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച നടത്താനാണ് പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത്. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണിയോടെ അർത്താറ്റിലെ സിന്ധുവിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് സഹോദരി ഭർത്താവ് കണ്ണൻ കൊലപാതകം നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെങ്കിലും പ്രതിയുടെ രക്ഷപ്പെടാനുള്ള നീക്കം പാളി. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിയെ അയൽവാസികൾ കണ്ടിരുന്നു. പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം സഹിതമുള്ള വിവരങ്ങൾ പോലീസിനെ നാട്ടുകാർ അറിയിച്ചു. ഈ വിവരങ്ങളാണ് 1 മണിക്കൂറിനകം പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കാൻ നാട്ടുകാരെ സഹായിച്ചത്. രാത്രി തന്നെ കണ്ണനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. വൈകിട്ട് 6 മണിയോടെ മുതുവറയിലെ വീട്ടിൽ നിന്ന് അർത്താറ്റെത്തിയ ഇയാൾ സിന്ധുവിൻ്റെ ഭർത്താവ് മണികണ്ഠൻ പുറത്തു പോകുന്നത് നോക്കി വീടിന് സമീപത്ത് പതുങ്ങിയിരുന്നു. മണികണ്ഠൻ പുറത്തുപോയതോടെ കയ്യിൽ കരുതിയ കത്തിയുമായി വീടിനുള്ളിൽ കയറിയ പ്രതി മിനിറ്റുകൾ കൊണ്ട് കൊല നടത്തി സിന്ധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പ്രതിക്ക് 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇത് മറികടക്കുന്നതിനു വേണ്ടിയാണ് കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹത്തോട് കടുത്ത അനാദരവ്. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ സംഘമെത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷമാണ്. 14 മണിക്കൂറിലേറെ നേരമാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ കിടന്നത്. കൊല നടന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് സംഘം എത്താൻ വൈകിയതാണ് കടുത്ത അനാദരവിന് ഇടയാക്കിയത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. അധികൃതർ മൃതദേഹത്തോട് കാണിച്ച അനാദരവിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമുയർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പോലീസുകാരടക്കം 3 പേർക്ക് പരിക്കേറ്റു. മങ്കര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീർ യാക്കൂബ്, ഞാവളിൻകടവിലെ കള്ളുഷാപ്പ് ജീവനക്കാരൻ KR നാരായണൻ എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴുത്തിലും പുറകുവശത്തും കൈക്കും കുത്തേറ്റ ഇവർ മങ്കര അതിർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാവിലെ 11:30 അതിർക്കാട് ഞാവളിൻകടവ് പുഴയോരത്ത് വെച്ചാണ് സംഭവം. പുതുവർഷ പുലരിയുടെ ഭാഗമായി മദ്യം, മയക്കുമരുന്ന് പോലുള്ള സംഭവം പുഴയോര മേഖലയിൽ നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയതായിരുന്നു 2 അംഗ പോലീസ് സംഘം. മഫ്റ്റിയിലായിരുന്നു സംഘം. പുഴയോര മേഖലയിൽ വലിയ തോതിൽ കാറായതിനാൽ പരിശോധന നടത്തവേ ഇരുവരെയും തേനീച്ചക്കൂട്ടം കടന്നാക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ
തേനീച്ചക്കൂട്ടം ഇവരെ പിന്തുടരുകയായിരുന്നു. ഈ ആധാർകാർഡ് റെയിൽവേ ക്രോസിന്റെ അപ്പുറത്ത് വ്യാപകമായിട്ട് വളയുകളും മറ്റും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനൊക്കെ സ്റ്റേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു CSR പ്രത്യേകിച്ച് നിർദ്ദേശപ്രകാരം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂട്ടി നിയമിച്ചിട്ട് അയച്ചതാണ്. അപ്രകാരമാണ് പരിശോധനയ്ക്ക് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച്, അതായത് കൂടുതൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്ത് കുറച്ച് കാട് പോലെ കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് കൂടുതലും ഈ പിള്ളേർ വരുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ പത്തിരിപ്പാല സൈഡ്, അതുപോലെ തന്നെ അകലൂരായും പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയ്ക്ക് ഒന്ന് കവർ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം എൻ്റെ കുറച്ച് പുള്ളി വേറൊരു സൈഡിലൂടെ ഞാനിപ്പുറത്ത് 2 റൂട്ട് പോലെ കിടക്കുന്നത്. അതിനകത്ത് പുള്ളി വേറൊരു സൈഡിലായിരുന്നു, ഞാനിപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ഓടുന്നത് കണ്ടു. അപ്പോൾ എന്താണ് സംഭവം വിചാരിച്ചിട്ട് അങ്ങനെ ബേജാറിട്ട് പോയി നോക്കിയപ്പോഴാണ് അങ്ങനെ തിരിച്ചുകൂടെ ഒന്നിച്ചങ്ങോട്ട് ഇളകി വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ഏകദേശം ഒരു 300-400 മീറ്ററോളം ഈ റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് ഞങ്ങൾ ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് അത്രയും ദൂരമുണ്ട്. 300 മീറ്റർ അകലെയുള്ള കള്ളുഷാപ്പിനകത്ത് പോലീസുകാർ ഓടിക്കയറിയെങ്കിലും അതിനകത്തും തേനീച്ചകൾ പിന്തുടർന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു. പോലീസുകാർ ഭയന്നോടുന്നത് കണ്ട് അന്വേഷിക്കാൻ ചെന്ന കള്ളുഷാപ്പ് ജീവനക്കാരൻ നാരായണനും നിരവധി കുത്തേറ്റു. കള്ളുഷാപ്പ് ഉടമ സുഭാഷ് ഷാപ്പിന്റെ വാതിൽ അടച്ച ശേഷം ചൂലുപയോഗിച്ച് തലങ്ങും വിലങ്ങും വീശിയാണ് പോലീസുകാരെ രക്ഷപ്പെടുത്തിയത്. 2 പോലീസുകാർക്ക് ദേഹമാസകലം കുത്തേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് മങ്കര സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ ഇബ്രാഹിം, സുരേഷ് എന്നിവരും സംഭവസ്ഥലത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2024 വിട പറയുന്നു. ലോകം പുതുവത്സരാഘോഷത്തിൻ്റെ ആഹ്ലാദ നിറവിലാണ്. 2025 സന്തോഷത്തിൻ്റെയും ക്ഷേമത്തിൻ്റേതുമാകണമെന്നാണ് ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന. ഓരോ പുതുവർഷവും നമുക്ക് നമ്മെ തന്നെ മെച്ചപ്പെടുത്താനുള്ള അവസരം കൂടിയാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാ നന്മകളും വർഷിക്കുന്ന വർണ്ണമനോഹരമായ വർഷമാകണം 2025 എന്ന് നമുക്ക് ആശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റി ഫുഡ് ഫെസ്റ്റും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഈവനിംഗ് ശാഖ ഹാളിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫുഡ് ഫെസ്റ്റിൻ്റെയും പുതുവത്സരാഘോഷത്തിൻ്റെയും ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ നിർവഹിച്ചു. എണീക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അതൊരു വെറും പറച്ചിലല്ല. അങ്ങനെ ആവാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും അത് ഒന്നാമത്തെ മേഖല അടുക്കളയാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം. വില്ലേജ് പ്രസിഡന്റ് P ജിഷ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P സിന്ധു, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ VC സിന്ധു എന്നിവർ പ്രസംഗിച്ചു. കുമ്പളങ്ങ ഹൽവ, പച്ചമത്തങ്ങ പായസം, എഗ് റൈസ്, പഴം ഹൽവ, വിഷുക്കട്ട, കഞ്ഞിവെള്ളം സൂപ്പ്, കഞ്ഞിവെള്ളം ഹൽവ, ബീറ്റ്റൂട്ട് ഹൽവ, അവിൽ ഹൽവ, മിക്സഡ് നൂഡിൽസ്, പച്ചപ്പപ്പായ ഹൽവ, ആപ്പിൾ കുമ്പളങ്ങ പായസം, പനപ്പൊടി ഹൽവ, പനക്കൂമ്പ് തേങ്ങ പൊങ്ങ, ചേമ്പിൻ തണ്ട്, ചേനത്തണ്ട് എന്നിവ ഉപയോഗിച്ചുള്ള അവിയൽ തുടങ്ങി 40ഓളം വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിൽ ശ്രദ്ധയാകർഷിച്ചത്. വില്ലേജ് സെക്രട്ടറി CK സൗമ്യ സ്വാഗതവും ട്രഷറർ ഷീബ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിമ്മിൽ സംഘടിപ്പിച്ച ആഘോഷം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിം കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മയാണ് ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം ഒളിമ്പിക്സിൻ്റെ പാലക്കാട് കമ്മിറ്റിയുടെ കൂടി നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു. സ്പീക്കറാണ് അന്ന് MD രാജേഷ്. ഏതാണ്ട് 4 വർഷം ആകുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നഗരസഭയിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് എൻജോയ് ചെയ്യാനും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ സഹായിക്കുന്ന നിലയിൽ ഇത്
കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ഇതിന് പുറമെ റോട്ടറി ക്ലബ് ഉൾപ്പെടെയുള്ള അവരെല്ലാം സ്പോൺസർഷിപ്പ് എല്ലാം നടത്തി. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജേഷ്, കൂട്ടായ്മ അംഗങ്ങളായ MK രാമചന്ദ്രൻ, P ഗംഗാധരൻ, VA സുഭാഷ് ചെറുതുരുത്തി, KR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്മശാന ജീവനക്കാരൻ AK വേലായുധൻ, നഗരസഭാ ജീവനക്കാരൻ P പ്രകാശൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിലെ P സുനിത നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് 2015 അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ കുറെ കൂടി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ള കുടുംബങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നാണ് അതിനർത്ഥം. സമ്മേളനത്തിൽ KRTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ജിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T ജയപ്രഭ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി P രാഹുൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി RG പിള്ള, KRTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A അരുൺ, TT ശ്രീരാജ്, K പ്രഭാകരൻ, K പ്രസാദ്, P ബാലകൃഷ്ണൻ, ദീപ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS ധന്യ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KS സംഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും നടന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് കരുത്ത് പകർന്ന് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പനയൂരിൽ പൊതുകിണറും പരിസരവും ശുചീകരിച്ച് നാട്ടുകൂട്ടായ്മ. വണിയംകുളം പനയൂർ 18-ാം വാർഡിലെ വെസ്റ്റ് പഞ്ചായത്ത് കിണറാണ് നാട്ടുകാർ വൃത്തിയാക്കിയത്. പ്രദേശത്ത് നിരവധി പേർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പഞ്ചായത്ത് കിണറും പരിസരവുമാണ് പ്രദേശവാസികൾ ചേർന്ന് ശുചീകരിച്ചത്. കിണറിൻ്റെ പരിസരം കാടുമൂടി മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. കിണറിലെ മാലിന്യങ്ങളും പ്രദേശവാസികൾ നീക്കം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ ചേർന്ന് ശ്രമദാന പ്രവർത്തനം നടത്തിയത്. ചിങ്ങലമ്പാറ മോഹനൻ്റെ നേതൃത്വത്തിൽ ശിവദാസ്, സത്യപാലൻ, അനീഷ്, ജയകുമാർ, സേതുമാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. MT വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണെന്ന് പട്ടാമ്പി മുൻ MLA CP മുഹമ്മദ്. പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു CP മുഹമ്മദ്. വ്യത്യസ്ത തലമുറകളെ സ്വാധീനിക്കാൻ MTക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് യോഗത്തിൽ മുഹമ്മദ് മൊഹസിൻ MLA പറഞ്ഞു. അഗ്നിച്ചിറകുള്ള നാവിൻ്റെ ഉടമസ്ഥൻ എന്ന് ആരോ വിശേഷിപ്പിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അഗ്നിച്ചിറകുള്ള നാവിൻ്റെ ഒരു ഉടമസ്ഥനായിരുന്നു മഹാനായ MT. അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി. മഹാനായ KP കേശവമേൻ്റെയും മാനേജ്മെൻറ്റ് ബിരുദമില്ലെങ്കിലും കേരളം കണ്ട ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധനായ VN നായരുടെയും മഹാപണ്ഡിതനായ MB കൃഷ്ണവാര്യരുടെയും കീഴിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായി, പിന്നീട് മലയാള സിനിമയിലെ സംവിധായകനായും തിരക്കഥാകൃത്തായുമൊക്കെ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി മാറി.
MLA ആയിരിക്കെ MTക്കൊപ്പം പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും CP മുഹമ്മദ് പറഞ്ഞു. തലമുറകളുടെ എഴുത്തുകാരനായിരുന്നു MT എന്ന് യോഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP ഷാജി, KR നാരായണസ്വാമി, ഡോക്ടർ PV രാമൻകുട്ടി, TK നാരായണദാസ്, TVM അലി, T ഗോപാലകൃഷ്ണൻ, CP ചിത്ര, അഡ്വക്കേറ്റ് ഉദയശങ്കർ, KM വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ലക്കിടിയിൽ നാടകാചാര്യൻ CMS നാരായണൻ അനുസ്മരണം നടത്തി. കിള്ളിക്കുറിശ്ശിമംഗലത്ത് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലക്കിടി കൂട്ടുപാതയിൽ അനുസ്മരണ യോഗവും നടന്നു. കിള്ളിക്കുറിശ്ശിമംഗലത്ത് കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് സിംസൺ എന്നറിയപ്പെടുന്ന CMS നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചത്. CMSന്റെ 23ാം ഓർമ്മദിനത്തിൽ നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. കുഞ്ചൻ സ്മാരക കലാസമിതി മുൻ സെക്രട്ടറി M രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ആ നാടിന്റെ മുൻ സാഹിത്യ സാംസ്കാരിക പരിപാടികളൊക്കെ സജീവമായി ഇറങ്ങിച്ചെല്ലുന്നിടത്ത് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അത് ആ മാറ്റി നിർത്തപ്പെടൽ തീർച്ചയായിട്ടും ചില ആളുകളുടെ വലിയ ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലേക്ക് വലിയ സിംസേട്ടന്റെ അനുസ്മരണം ഒരിക്കലും വിവാദങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാനും കഴിയില്ല. ഇവിടെ കുഞ്ചൻ തിയേറ്റേഴ്സ് 2000 മുതൽ 2013 വരെയും അതിനുശേഷം 2018 ഒക്കെ സിംസേട്ടന്റെ അനുസ്മരണം കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നടന്നത്. നാടകകൃത്ത് വേണുജി ഗുരുവായൂർ, ജിനേഷ് മനിശ്ശേരി, ബാബു, റിക്രിയേഷൻ ക്ലബ്ബ് കൺവീനർ ഫൈസൽ, കുഞ്ചൻ തിയേറ്റേഴ്സ് ഭാരവാഹികളായ ഉപേന്ദ്രൻ മാസ്റ്റർ, ടി എ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നടക്കുന്ന അനുസ്മരണ യോഗം നാടക ലോകത്തെ നാടകങ്ങളെ കുറിച്ച് മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളും ഉള്ളിലോട്ട് കയറി ആഴത്തിൽ ചിന്തിക്കുന്നൊരു നല്ലൊരു മഹാവ്യക്തിയായിരുന്നു സിംസൺ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വേർപാട് ഈ നഗരത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾക്ക് തന്നെ ഒരുപാട് വേദന സംഭവിച്ചിട്ടുള്ളൊരു ഇന്നത്തെ നാടകത്തിന് മാത്രമായി ജീവിതം ഒരുപാട് കൊണ്ടുപോവുകയും ഒരുപാട് കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്കൂടെ നാടകം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്താണ് ഈ വായനശാലയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുകൾ അനുസ്മരിച്ചേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. മൗനജാഥയും അനുശോചന യോഗവും നടന്നു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ KP രവീന്ദ്രൻ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ 63-കാരനെ കാണാതായെന്ന് പരാതി. ചെറുതുരുത്തി താഴപ്ര തോണിക്കടവ് വീട്ടിൽ ശിവശങ്കരനെയാണ് ഇക്കഴിഞ്ഞ 17-ാം തീയതി മുതൽ കാണാതായത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 0488121000 0488 4262 401 9497 980531 എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത് അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച നടത്താൻ. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ്. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കഴുത്തറുത്ത നിലയിൽ മൃതദേഹം മണിക്കൂറുകളോളം വീടിനുള്ളിൽ കിടന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ സംഘമെത്തിയത് 14 മണിക്കൂറിന് ശേഷം. മങ്കരയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തേനീച്ചകളുടെ ആക്രമണം അതിർക്കാട് ഞാവളിൻകടവ് പുഴയോരത്ത് വെച്ച്. പോലീസുകാർ പുഴയോരത്തെത്തിയത് പുതുവത്സരവേളയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന പ്രദേശത്ത് വ്യാപകമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന്. സമീപത്തെ കള്ളുഷാപ്പ് ജീവനക്കാരനും തേനീച്ചകളുടെ കുത്തേറ്റു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ.
അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. 2024 വിട പറയാൻ ഇനി മണിക്കൂറുകൾ. ലോകം പുതുവത്സരാഘോഷത്തിൻ്റെ നിറവിലേക്ക്. 2025 ഭൗതികവും ആത്മീയവുമായ നന്മകൾ വർഷിക്കുന്ന വർണ്ണമനോഹര വർഷമാകുമെന്ന് പ്രത്യാശ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.